കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെത്തിയിരിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 45-ാമത് വാക്യം. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ലൂക്കോസ് സുവിശേഷത്തിൽ 24-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ ഉയർപ്പാണ്, അല്ലേ? ഉയർപ്പ് അതിനെ തുറന്ന സംഭവം 36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു കർത്താവ് വന്നു നിൽക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൈ നോക്കുന്നു, കാലുകളെ നോക്കുന്നു. ഞാനാണൊന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയാത്തൊരവസ്ഥ വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഇനി കരിക്കാനായിട്ട് വല്ലതുമുണ്ടോ എന്ന് പറയുമ്പോൾ വറുത്ത മീനും ഒരു തേൻകട്ടയും കൊടുക്കുകയാണ്. അത് കർത്താവ് എന്ത് ചെയ്യുന്നു, അവർ കാണെ ഭക്ഷിച്ചു. എന്നിട്ട് യേശു പറയുന്നു, ഇതെല്ലാം നിവർത്തിയാകേണ്ടതാണ്. എന്തുകൊണ്ട്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സകലതും നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വാക്ക് പറയുന്നത്. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ ദൈവം തുറക്കുവാൻ തക്കവണ്ണം വിടവത്. ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യേശു കർത്താവ് സ്തോത്രം അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ വീര്യപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴും യേശുവിൻ്റെ വരവിനുള്ള ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് വേണ്ടി ജീവനെ കൈമാറുക എന്നുള്ളതായിരുന്നു, അല്ലേ? അവിടേക്കാണ് യേശു കർത്താവ് പുരുഷാരത്തെയും അപ്പോൾ തന്നെ ശിഷ്യന്മാരെ കൂടുതലായിട്ട് നിയോഗിപ്പാൻ തക്കവണ്ണം വിടവന്നത്. പക്ഷെ പലപ്പോഴും അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ അതൊന്നുമായിരുന്നില്ല. യേശു അവരോടൊപ്പം ഇരിക്കുക, അപ്പത്തെ വിഭജിച്ച് അത് ഭക്ഷിക്കുക, അത്ഭുതങ്ങൾ നടത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഇതിൻ്റെയൊക്കെ ആയിരുന്നു പലപ്പോഴും അവരുടെ കണ്ണ് പറ്റുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അത്ഭുതങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പോകരുതെന്നല്ല, പക്ഷേ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണ് തിരിയണമെന്നുള്ളതാണ്. ഇന്നും അത്ഭുതങ്ങൾ നടക്കും, അഭിഷിക്തന്മാരിലൂടെ ദൈവദാസന്മാരുടെ അത്ഭുതങ്ങൾ ഇന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ അവരിലേക്കല്ല നമ്മുടെ ചിന്തകൾ പോകേണ്ടത്. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറഞ്ഞാൽ, സാധ്യതകളിലേക്കല്ല നമ്മുടെ കണ്ണ് പോകേണ്ടത്, പകരം സാധ്യമാക്കുന്ന ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണ് പോയെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതാണ് തിരുവഴുത്തുകളെ നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. തിരുവചനത്തിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണിനെ തുറക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളുണ്ട്. ഇത് കാണണമെങ്കിൽ നമ്മുടെ ബുദ്ധി മണ്ഡലം മാത്രം തുറന്നാൽ പോരാ, ആത്മമണ്ഡലവും കൂടെ തുറക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ തുറന്നെങ്കിലേ നമ്മൾ ഈ തിരുവചനത്തിൻ്റെ ആഴം അല്ലെങ്കിൽ തിരുവചനത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഈ അത്ഭുതങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇത് യേശു കർത്താവിനോട് പറയുമ്പോൾ അവരുടെ ബുദ്ധി തുറക്കാൻ, കാരണം അവർക്ക് മനസ്സിലായി യേശു കർത്താവ് ഇവിടെ ആയിരുന്നത് മനുഷ്യകുലത്തിന് ഇവിടെ ജീവൻ അർപ്പിക്കുവാനാണ്. അടുത്ത യേശുവിന് പകരമായിട്ട് പരിശുദ്ധാത്മാവ് വരും, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ നടക്കും, സഭ രൂപാന്തരപ്പെട്ടു വരും, ആയിരങ്ങൾ ലക്ഷങ്ങൾ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കേണ്ടതിനായിട്ട് ദൈവം അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ ദൈവം തുറക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതിനെ തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് ഇടവന്നാൽ, അതിന് സാധ്യമായാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയും നമ്മുടെ നിശ്ചലകടിയിൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാ മഹത്വം കർത്താവ് യേശു കർത്താവിൻ്റെ നാമത്തിൽ തരുന്നു. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.